السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് ഒരിക്കൽ കൂടി ആഗതമായിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടിയും പറഞ്ഞും നാം അവിടത്തോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിലുണ്ട്. രണ്ടും ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിന്തുടർന്ന് ജീവിക്കുക. മറ്റത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തികച്ചും അസാധാരണ വ്യക്തിത്വമാണ് എന്ന് അംഗീകരിച്ച് നാം ഉൾക്കൊള്ളുക. ഇത് രണ്ടും കൂടി ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുഅ്മിനാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എൻ്റെ സുന്നത്ത് ആരെങ്കിലും സ്നേഹിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. അഥവാ എൻ്റെ ചര്യ പിന്തുടർന്ന് ജീവിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ചര്യ എന്ന് പറയുമ്പോൾ അവിടുന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളും ആശയങ്ങളും തത്വങ്ങളും അവിടുന്ന് കാണിച്ച മാർഗങ്ങളും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട് ദീനിൻ്റെ ചട്ടക്കൂട്ടിൽ അവൻ ജീവിച്ച് പോവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ അവൻ്റെ മാതാപിതാക്കളെക്കാളും അവൻ്റെ സന്താനങ്ങളെക്കാളും മറ്റെല്ലാവരേക്കാളും ഞാൻ അവനിലേക്ക് പ്രിയമുള്ളവനാകണം. അപ്പോഴേ നിങ്ങൾ ഓരോരുത്തരും യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തികച്ചും അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അത്യുത്കൃഷ്ടരാണ് എന്ന് നാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് ആ ദാത്തിനെ സ്നേഹിക്കുക, അവിടുത്തെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക, സ്നേഹിക്കുക എന്നത് പൂർണ്ണമാകുന്നത്. ഈ രണ്ട് സ്നേഹവും കൂടി ഒരുമിക്കുമ്പോഴാണ്, അഥവാ അവിടുത്തെ ചര്യയെ സ്നേഹിക്കണം, അവിടുത്തെ വ്യക്തിത്വത്തെയും അംഗീകരിക്കണം, വ്യക്തിത്വത്തെയും സ്നേഹിക്കണം. ഇത് രണ്ടും കൂടി മേളിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ മുഅ്മിനാവുക. വിദൈ കക്ഷികൾ പറയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചര്യ പിന്തുടർന്ന് ജീവിക്കൽ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പിന്തുടർന്ന് ജീവിക്കൽ അവിടത്തോടുള്ള സ്നേഹം തന്നെയാണ്. എന്നാൽ ഒരാളെ നിയമം അംഗീകരിച്ച് എന്നതുകൊണ്ട് ആ വ്യക്തിയോട് സ്നേഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം അത് അസാധാരണ വ്യക്തിത്വമാണ് എന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതനാണ് എന്നും എന്ന ഒരു ആശയം അവൻ അംഗീകരിക്കുമ്പോഴാണ് അവിടുത്തെ പ്രത്യേകതകൾ, അവിടുത്തെ മുഅ്ജിസാത്തുകൾ അത് ഉൾക്കൊള്ളുമ്പോഴാണ് അവൻ പൂർണ്ണാർത്ഥത്തിൽ മുഅ്മിനാവുക. എന്നല്ലാതെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വന്നൊരു പ്രവാചകനാണ്, അതൊരു സാധാരണ വ്യക്തിയാണ് എന്നും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ്റെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം സ്വന്തം ശരീരത്തെക്കാളും അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ശരീരത്തെക്കാളും അവിടത്തോട് പ്രത്യേകത, അവിടത്തോട് നാം സ്ഥാനം കൽപ്പിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മുഅ്മിനാവുക എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ, സ്വന്തം ശരീരത്തിനൊക്കെ അപകടം വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പോറലും ഏൽക്കരുത് എന്ന ഒരു ആശയം നാം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുക. അതുകൊണ്ട് തൗബ സൂറത്തിൽ പറഞ്ഞല്ലോ, സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സഹോദരന്മാരെക്കാളും കുടുംബത്തെക്കാളും മറ്റ് സമ്പത്തിനേക്കാളും അവൻ്റെ വീടിനേക്കാളും അവൻ്റെ കച്ചവട സ്ഥാപനങ്ങളെക്കാളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവനിലേക്ക് ഏറ്റവും പ്രിയമുള്ളവനായിരിക്കണമെന്ന്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുക. നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ ഇഹപര വിജയം നമുക്ക് നേടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവിടുത്തെ പ്രത്യേകത ഉൾക്കൊള്ളുകയും അവിടുത്തെ ചര്യ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴുമാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ച കാലത്ത് തന്നെയാണ് അബൂജഹലും ജീവിച്ചത്. എന്നാൽ അബൂജഹലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതരായ വ്യക്തിയായി മാറി. എന്നാൽ അബൂജഹൽ ലോകത്തെ ഏറ്റവും ശപിക്കപ്പെട്ടവനായി മാറി. രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരാൾ കണ്ടത്, അബൂജഹൽ കണ്ടത് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെയും അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെയും മകനായ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെയാണ് അവർ കണ്ടത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ ഏറ്റവും ശ്രേഷ്ഠരായ അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ റസൂലുള്ളാഹി എന്ന് പറയുന്ന ആ പ്രത്യേകതയിലുള്ള വ്യക്തിയെയാണ് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിൻ്റെ കണ്ടത്. അതുകൊണ്ടാണ് രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരിക്കുന്നു എങ്കിലും അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനക്ക് കിട്ടിയ പ്രത്യേകത അബൂജഹലിന് കിട്ടാതായി പോയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ പ്രകീർത്തനമായി രചിച്ച ബുർദ ഷരീഫ്, ബുർദ എന്ന് പറയുന്ന മധു കാവ്യം, ഇൻഷാ അള്ളാഹ് അത് നമുക്ക് ചെറിയ രൂപത്തിൽ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. ബുർദ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് ബുർഉദ്ദ എന്നാണ്, അഥവാ രോഗശമനം. മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈക്ക് വാതരോഗം പിടിപെട്ടപ്പോൾ അത് അരൻ്റെ കീഴ്പ്പെട്ട് അവിടത്തേക്ക് സ്വാധീനമില്ലാതെയായപ്പോൾ അത് സുഖപ്പെടാൻ വേണ്ടി നേർച്ചയാക്കിയതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു മധു രചിക്കാൻ അവിടുന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ മധു രചിച്ചപ്പോൾ ആ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈയുടെ വാതരോഗം സുഖപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വന്നുകൊണ്ട് അവിടത്തേക്ക് ഒരു ബുർദ, ഒരു പുതപ്പിച്ചു എന്ന് ചരിത്രത്തിൽ നോക്കിയാൽ കാണാം. അതുകൊണ്ട് ബുർദ എന്ന് പറയുന്ന ഈ മധുകാവ്യം അത് നമ്മുടെ രോഗത്തിന് ശമനമാണ്. അഥവാ അത് നാം ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമ്മുടെ രോഗം സുഖമായി കിട്ടും, നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് കിട്ടും, നമുക്ക് എല്ലാവിധ വിജയങ്ങളും നേടാൻ അത് കാരണമാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ബുർദ ഷരീഫിൻ്റെ അർത്ഥം നമുക്ക് ഇൻഷാ അള്ളാഹ് മനസ്സിലാക്കണം. തന്നെയുമല്ല, ഈ ബുർദയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ബുർദ രചിച്ചതിൻ്റെ ഉദ്ദേശം ഖദംതുഹു ബിമദീഹിൻ നസ്തഖീലു ബിഹി ദുനൂബ ഉംരിൻ മളാ ഫിശ്ശിരി വൽ ഖദമി. ഞാൻ എന്തിനാണ് ഈ മധു ഗാനം രചിച്ചത്? എനിക്ക് സംഭവിച്ച ദോഷങ്ങൾ, തെറ്റുകൾ അതൊക്കെ പുറത്തു കിട്ടലാണ് എൻ്റെ ഉദ്ദേശം. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ മധു രചിച്ചിട്ടുള്ളത് എന്ന് മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് പരലോക വിജയം നേടാൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തും അവിടുത്തെ പിന്തുണയും നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ സാധിക്കുകയില്ല. ബുർദയിൽ കാണാം, ഇല്ലൻ യകും ഫീ മആദി ആഖിദൻ ബിയദി ഫളലം വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി. പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ കൈ പിടിക്കാനുണ്ടായില്ല എങ്കിൽ, അതെന്നെ അവിടുത്തെ ഔദാര്യം കൊണ്ട് എൻ്റെ കൈ പിടിക്കാൻ ഇല്ല എങ്കിൽ ഞാൻ നരകത്തിലേക്ക് വൈദിപ്പോകും, ഞാൻ നരകത്തിൽ അകപ്പെട്ടു പോകും എന്ന് മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് പറയുകയാണ്. അതുപോലെ തന്നെ മഹാനവകൾ പറഞ്ഞു, ഒമുന്തു അൽസംതു അഫ്കാരി മദാഇഹു വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി. എൻ്റെ മനോമുഖരത്തിൽ അവിടുത്തെ മദ്ഹ് അത് പറയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായത് എന്ന് ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ ആ മദ്ഹ് ഗീതത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് ബുർദ ചൊല്ലണം, നമുക്ക് ബുർദ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയാനും കേൾക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്
എല്ലാ ദിവസവും അതിൻ്റെ ചില വരികൾ ചൊല്ലിക്കൊണ്ട് അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥവും ഉദ്ദേശവും ഒക്കെ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അവിടുത്തെ യഥാർത്ഥ മുഹിബ്ബീങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ബുർദ ബൈത്ത് ചൊല്ലിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ വിശദീകരിക്കും.